ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യൈ നമ. ഓങ്കാരപ്പൊരുളാം ജഗജ്ജനനി നിൻ പാദം സ്മരിച്ചന്വഹം ശംഖാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷഡ്പദൈരഹരഃ പേബീയമാനം മുദാ ഭൂയാദ് ഭാരത പങ്കജം കലിമല പ്രധ്വംസന ശ്രേയസേ. സംഭവപർവം തുടർച്ച. വസുക്കളുടെ പൂർവചരിതം. ജനുജമന്ദാകിനി ഞാനെടോ ഹൈമവതി വന്നിതുമത്ര ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥമായി. ആഭവമുനിവര ശാപത്താൽ വസുക്കളും ഭൂപതേ തവ സുതന്മാരായുദ്ഭവിച്ചതും. യമുനാപുത്രൻ വരുണാത്മജൻ വസിഷ്ഠനാം അമിതതപോബലമെഴുമാവൻ മുന്നം കനകാജല പാർശ്വേ വിപിനേ മനോഹരേ മുനിനിർജ്ജര യക്ഷഗന്ധർവ നിഷേവിതേ. ശോഭനമായുള്ളൊരു പർണശാലയും തീർത്തു താപസനനുദിനം തപസാ വാഴുംകാലം. ദക്ഷനന്ദനായി സുരഭി തന്നെ അന്നു മുഖ്യനാമാവനു കൊടുത്തു കാശ്യപനും. യാമുനനായ മുനിശ്രേഷ്ഠനാശ്രമഭുവി ഹോമധേനുവിനോടും വാഴുന്ന കാലത്തിങ്കൽ ഹേമശൈലേന്ദ്രപ്രസ്ഥേ വസുക്കളൊരു ദിനം കാമിനി ജനത്തോടും ക്രീഡിച്ചു നടക്കുമ്പോൾ കാനനെ വീതഭയം സഞ്ചരിച്ചിടും നേരം കാണായി മുനിശ്രേഷ്ഠൻ തന്നെ പശുവിനെ. തൽക്ഷണേ ധരപ്രമുഖന്മാരാം വസുക്കളും ലക്ഷണയുക്തയായ ധേനുതൻ ഗുണങ്ങളാൽ വിസ്മിത ചിത്തന്മാരായി തത്ര നിന്നിടും നേരം സസ്മിതം ചൊല്ലിയിടിനാൾ തൽക്കനിഷ്ഠാത്മേശ്വരീ. ഭർത്താവേ കണ്ടീലയോ മുഗ്ധയാം പശുവിനെ, മർത്യഭോഗത്തിനിവൾ യുക്തയല്ലെന്നു തോന്നും. ഗോവിനെ കണ്ട നേരം ദ്യോവിനോടാശു കൈക്കൊണ്ടീ വണ്ണം പറഞ്ഞവളോടുടൻ ദ്യോവും ചൊന്നാൻ. കാമിനി കുലമൗലിമാലികെ കേട്ടാലും നീ യാമുനമുനിയുടെ ഹോമഗോവീതോ നൂനം. തത്തപോവനമിതം സത്യലോകത്തിനൊക്കും ചിത്തമോഹനങ്ങളാം ചിത്രങ്ങൾ കണ്ടീലേ നീ. ഇപ്പശുക്ഷീരപാനം ചെയ്തിടും ജനങ്ങൾക്കു പിൽപ്പോടോരാപത്തുകളുണ്ടാകയില്ല നാഥേ. ക്ഷുൽപിപാസാദിവ്യാധി മരണജരാ നരദ്വൽപത്യന്ത്രണാം 10,000 ദേവിയും ദ്യോവിൻ വാക്യം ഈ വണ്ണം കേട്ട നേരം ഭാവസമ്മതത്തോടും ഭർത്താവിനോട് ചൊന്നാൾ. മാനുഷലോകത്തിങ്കലുണ്ടെനിക്കൊരു സഖിമാനിയാമുഷി നരഭൂപതി തൻ്റെ മകൾ. മാനുഷികളിൽ വച്ചു മത്സഖിത്വം കൊണ്ടൊരു മാനിനി ജരാരോഗഹീനനായി വർത്തിക്കണം. മഹത് സംഗമം കൊണ്ടും കിം ഫലമല്ലായെങ്കിൽ മഹത്വം ഭവാന്മാർക്കും ഭവിക്കൂമതുമൂലം. കൊണ്ടുപോകണമതു കാരണം പശുവിനെ കുണ്ടത കൂടാതെ കണ്ടില്ല സംശയമേതും. മൽപ്രിയമിതിൽ പരം മറ്റൊന്നില്ലറിഞ്ഞാലും മൽപ്രാണേശ്വര വെടിയായകമാമിതുമൂലം. ഇത്തരം കളത്രത്തിൻ വാക്കു കേട്ടതു നേരം സത്വരം ധരാദ്യന്മാരാകും ഭ്രാതുക്കളോടും ഗോവിനെ കയറിട്ടു പിടിച്ചു നടന്നിടും ദ്യോവിനെ മുന്നിട്ടു പോയിടിനാർ വസുക്കളും. വാരുണി ഫലങ്ങളും കൊണ്ടുവന്നിടിനാൻ അന്നേരമാശ്രമഭുവി കണ്ടീല പശുവിനെ. കണ്ടിതു ദിവ്യദൃശ പശുവൃത്താന്തമപ്പോൾ പണ്ഡിതൻ വസിഷ്ഠനും ശപിച്ചു വസുക്കളെ. മാനുഷയോനോ ജനിച്ചിടുവിൻ നിങ്ങളെന്നു മാനസകോപത്തോടെ ശപിച്ചതറിഞ്ഞപ്പോൾ ആശ്രമത്തിങ്കൽ വീണ്ടും വന്നുടൻ വസുക്കളും ആശ്രയമില്ല മറ്റെന്നൻവരും കാൽക്കൽ വീണാർ. ഓരോ വത്സരം കൊണ്ട് ശാപമേതേഴു പേർക്കും തീരുക നിങ്ങൾക്കിനി ദ്യോവിനു മനുഷ്യനായി വാസമുണ്ടല്ലോ ചിരകാലമെന്നറിയെന്നും വാസന നാരിമാരിലുണ്ടാകയില്ല താനും.
കളത്രവാക്യമനുസരിക്കും ജനത്തിനു കളത്രമുണ്ടാകാതെ ഇരിക്ക തന്നെ നല്ലോ. വസിഷ്ഠശാപമനുഭവിപ്പാൻ എന്നേ വന്നു വസുക്കൾ സേവിച്ചിതോ. കാരണം ഞാനുമിഹ വസിച്ചു സാർദ്ധം ത്വയാ നന്ദനനിവൻ വിഭാവസുജ്യോതിഷ്മാൻ ബ്രഹ്മചാരിണാമഗ്രേസരൻ. ബാലകന്മാരെ കൊൽവാൻ കാരണമിത് ഭൂമിപാലക ചിരകാലം കുശലം ഭവിക്കതേ. എങ്കിൽ ഞാൻ കൊണ്ടുപോയി വിദ്യയും പഠിപ്പിച്ചു സങ്കടം തീർത്തു വളർത്താശു നൽകുവേനെന്നാൾ. മുമ്പരിൽ മുമ്പു തേടും വസുക്കൾ ശാപം തീർപ്പാൻ അമ്പോടു വന്നതിൻ്റെ പരമാർത്ഥവും ചൊല്ലി മറഞ്ഞു ഗംഗാദേവി. നരവീരനുമുള്ളിൽ നിറഞ്ഞു പരിതാപം വിരഹവ്യാധി കൊണ്ടേ. പറഞ്ഞ വണ്ണം തന്നെ ഗംഗയും കുമാരനെ പറഞ്ഞുകൂടാതൊരു വിദ്യയും പഠിപ്പിച്ചു. നിറഞ്ഞങ്ങൊഴുകിയിടും ജാനവി തീരത്തിങ്കൽ ചൊരിഞ്ഞ കണ്ണീരോടും കൊണ്ടുവന്ന കീടിനാൾ. പിരിഞ്ഞു കളഞ്ഞെന്നെ പോകരുതെന്ന പോലെ തിരിഞ്ഞു തൂണി തന്നിൽ നിന്നുടനെടുത്തോരോ ശരങ്ങൾ കൊണ്ടു പുഴ നടുവേ ചിറകെട്ടി നിറഞ്ഞ യൗവനവും കലർന്നു നിൽക്കും നേരം. തിരഞ്ഞു മൃഗങ്ങൾ തൻ വഴിയെ ശന്തനുവും വരുന്ന നേരം ഭാഗീരഥിയെ കാണായി വന്നും കുറഞ്ഞ ജലത്തോടും മന്ദസ്യന്തതയോടും തിരഞ്ഞാനതേ മൂലം അന്നേരം കണ്ടു നൃപൻ. പുരങ്ങളെരിച്ചവൻ നിന്നരുളുന്ന പോലെ പിറന്ന നേരം കണ്ട നന്ദനൻ തന്നെയന്നും ശരങ്ങളോടു വില്ലും പൂർണ്ണ യൗവനവും കണ്ടറിഞ്ഞോതില്ലയല്ലോ ശന്തനു നന്ദനനെ. മറഞ്ഞു കളഞ്ഞിതോ താതനെ മോഹിപ്പിപ്പാൻ കുറഞ്ഞൊന്നുള്ളിൽ ശങ്ക ശന്തനുവിനുണ്ടായി. പിരഞ്ഞു തെളിച്ചെത്തു കാട്ടണം ഗംഗാദേവി ചിരഞ്ഞാൻ അപേക്ഷിക്കും പുത്രനെ ഭക്തപ്രിയേ. നിറന്ന രൂപത്തോടും പ്രത്യക്ഷീകരിച്ചുടൻ പറഞ്ഞു ഗംഗാദേവി നിന്നുടെ പുത്രനിവൻ. കുറഞ്ഞൊന്നല്ലയല്ലോ ഗുണങ്ങൾ ഇവനുള്ളൂ പിരിഞ്ഞിടാതെ നിത്യം അരികെ വെച്ചുകൊള്ളുകാം. മറഞ്ഞു പോകും തവ ശത്രുക്കളെല്ലാം എന്നു പറഞ്ഞു ഗംഗാദേവി. മറഞ്ഞു നൃപേന്ദ്രനും കുറഞ്ഞു പരിതാപം തന്നെ തനയനു പറഞ്ഞുകൂടാതൊരു ഗുണങ്ങൾ കാൺകയാലേ.